കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് തുടങ്ങിയ പച്ചക്കറി വിളകൾ മലയോര പ്രദേശങ്ങളിൽ മാത്രമേ, അല്ലെങ്കിൽ മഞ്ഞുള്ള പ്രദേശങ്ങളിൽ മാത്രമേ കൃഷി ചെയ്യാനാകൂ എന്നാണ് നാം ധരിച്ചിരുന്നത്. എന്നാൽ ഇന്നാകട്ടെ നഗരത്തിലെ മച്ചിൻപുറങ്ങളിൽ പോലും അവയുടെ കൃഷി എത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ശീതകാല പച്ചക്കറി വിളകളെ പറ്റിയാണ് ഇന്നത്തെ കൃഷിദർശനിലൂടെ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയിലെ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഡോക്ടർ സി നാരായൺകുട്ടി സാറാണ്. അദ്ദേഹം 2014 കൃഷി വകുപ്പിൻ്റെ കൃഷി വിജ്ഞാൻ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിയാണ്. അതുമാത്രമല്ല, പച്ചക്കറി തൈകൾ ഉൽപ്പാദനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള സാങ്കേതികവിദ്യ, അതായത് നൂതന സാങ്കേതിക വിദ്യകൾ ഉരുത്തിരിച്ചെടുക്കുന്നതിൽ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇന്നത്തെ കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. സാർ, ഇന്നത്തെ നമ്മുടെ ചർച്ച ശീതകാല പച്ചക്കറി വിളകളാണല്ലോ. അപ്പോൾ എന്താണ് ഈ ശീതകാല പച്ചക്കറി വിളകൾ എന്നൊന്ന് വിശദമാക്കാമോ? താരതമ്യേന തണുപ്പുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറി വിളകളെയാണ് ശീതകാല പച്ചക്കറികളായിട്ട് വിളിച്ചു വരുന്നത്. ഉത്തരേന്ത്യയിൽ ഒക്ടോബർ മുതൽ മാർച്ച് ഏപ്രിൽ വരെ ലഭിക്കുന്ന തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ശീതകാല പച്ചക്കറികൾ പ്രധാനമായി കൃഷി ചെയ്തു വരുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു ശൈത്യകാലം ഇല്ലാത്തതിനാൽ പൊതുവെ ഈ വിളകൾ മലയോര മേഖലകളായ ഇടുക്കി, വയനാട് ജില്ലകളിൽ മാത്രമാണ് കൃഷി ചെയ്യുന്നത്. എന്നാൽ അടുത്ത കാലത്തായി ഇപ്പോൾ ഈ വിളകളിൽ നമ്മുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇനങ്ങൾ സർവകലാശാലയിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ കണ്ടെത്തുക വഴി ഈ വിളകളുടെ കൃഷി സമതല പ്രദേശങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിലെ ഏതൊക്കെ സമയത്താണ് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വിശദീകരിക്കാമോ? മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ ഇവിടെയും ഏറ്റവും തണുപ്പ് ലഭിക്കുന്ന നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് ശീതകാല പച്ചക്കറികൾക്ക് ഏറ്റവും അനുയോജ്യം. മറ്റ് സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന ഇനങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുമോ, അതോ പ്രത്യേകിച്ചുള്ള ഇനങ്ങളുണ്ടോ? ഓരോ പ്രദേശത്തെയും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഇനങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിലും കൂടിയ ഒരു ശൈത്യകാലം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്ന ഇനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കൃഷി ചെയ്താൽ ചിലപ്പോൾ അവയ്ക്ക് ആവശ്യമായ തണുപ്പ് ഇവിടെ ലഭിച്ചില്ല എന്ന് വരും. അങ്ങനെ ഒരു ഘട്ടത്തിൽ മിക്കവാറും ഇതിൽ ഇപ്പോൾ ക്യാബേജ് ആണെങ്കിൽ അതിൻ്റെ ഹെഡ് അതുണ്ടാവില്ല, അതുപോലെ കോളിഫ്ലവർ ആണെങ്കിൽ അതിൻ്റെ പൂവ്, നമ്മൾ ഭക്ഷ്യയോഗ്യമായ ഭാഗം ചിലപ്പോൾ ഉണ്ടാവില്ല, നമുക്ക് കായിക വളർച്ച മാത്രമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽക്കാളിലും കൂടുതൽ ചൂടുള്ള മേഖലയിൽ കൃഷി ചെയ്യുന്ന ഇനങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ ഇത് നേരെ പുഷ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഹെഡ് ഉണ്ടാവുമോ അല്ലെങ്കിൽ കോളിഫ്ലവറിൻ്റെ പുഷ്പം ഉണ്ടാവുമോ? ഇല്ല. ഈ സാധാരണ നമ്മുടെ കേരളത്തിൽ വളർത്തുന്ന പച്ചക്കറി കൃഷിയിൽ നിന്ന് വ്യത്യസ്തമായി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ശീതകാല പച്ചക്കറി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടത്? ശീതകാല പച്ചക്കറികളിൽ പൊതുവേ നമ്മൾ ക്യാബേജ്, കോളിഫ്ലവർ ആണെങ്കിൽ തൈകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. ഈ തൈകൾ ഏകദേശം 25 മുതൽ 30 ദിവസം പ്രായമായ തൈകളാണ് ഉപയോഗിച്ചു വരുന്നത്. വളരെ കുറഞ്ഞ ഒരു ദൈർഘ്യമുള്ള വിളകളാണിത്. വളരെ കുറഞ്ഞ, അതായത് ഏകദേശം 70 ദിവസം കൊണ്ട് വിളവെടുപ്പ് നടത്തുന്ന വിളയാണ് കോളിഫ്ലവർ. ക്യാബേജ് ആണെങ്കിൽ 80 മുതൽ 85 ദിവസം വരെ നീണ്ടു നിൽക്കും. അപ്പോൾ അതിൽ 25-30 ദിവസം തൈകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു സമയം മാത്രമേ ഇത് ഫീൽഡിൽ നിൽക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ നിൽക്കുന്നുള്ളൂ. അതിൽ തന്നെ അവസാനത്തെ ഒരു 10 ദിവസം ഇതിൻ്റെ കായകൾ വലുതായി വരാൻ വേണ്ടിയുള്ള സമയങ്ങളാണ്. അപ്പോൾ ഒരു 30-35 ദിവസം മാത്രം ഉള്ള വളർച്ച കൊണ്ടാണ് ഇതിൽ ഉൽപ്പാദനം നടക്കുന്നത്. അപ്പോൾ ആ 30-35 ദിവസത്തിൽ പരമാവധി വളർച്ച കൈവരിച്ചാൽ മാത്രമേ ഇതിൽ വലിപ്പത്തിലുള്ള ഹെഡോ അല്ലെങ്കിൽ കോളിഫ്ലവറിൽ നാം പറയുന്ന പുഷ്പം അല്ലെങ്കിൽ കേടോ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായവയുടെ നടീൽ വസ്തുക്കൾ എന്താണ്? വിത്ത് നടുന്നതാണോ തൈകൾ നടുന്നതാണോ ഏറ്റവും നല്ലത്? ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും വിത്തുകൾ തമ്മിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. രണ്ടും കണ്ടു കഴിഞ്ഞാൽ കടുക് പോലെ തന്നെ ഇരിക്കും. ഇവയുടെ
നടാൻ പ്രായത്തിലുള്ള തൈകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ വാട്ടരോഗം വളരെ കൂടുതലായതിനാൽ ചെറിയ തൈകൾ വാടിപ്പോകുന്ന ഒരു അസുഖം അമ്ലത്വമുള്ള മണ്ണുകളിൽ വളരെ കൂടുതലായിട്ടുണ്ട്. അത് നമ്മുടെ മണ്ണിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ കർഷകർക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടാറുണ്ട്. ക്യാബേജും കോളിഫ്ലവറിൻ്റെയും നടാൻ പ്രായത്തിലുള്ള തൈകളാണ് സർക്കാർ വിവിധ ഏജൻസികളിലൂടെ വിതരണം നടത്തി വരുന്നത്. ഇത് എവിടെ നിന്നൊക്കെ ലഭിക്കാറുണ്ട് സാധാരണ കർഷകന്? കാർഷിക സർവകലാശാലയുടെ പല കേന്ദ്രങ്ങളും തൈകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ VFPCക്ക് വൻതോതിൽ ക്യാബേജ് കോളിഫ്ലവർ തൈകൾ കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ കൃഷി വകുപ്പിൻ്റെ ഫാമുകളിലൂടെയും പിന്നെ പല കർഷകരും സ്വന്തം സംരംഭങ്ങളായി പച്ചക്കറി തൈ ഉൽപ്പാദന നഴ്സറികൾ ഉണ്ടാക്കി അതുവഴിയും ഈ ക്യാബേജ് കോളിഫ്ലവർ തൈകൾ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിതരണം നടത്തുന്നു. സാർ, ഒരു കോള് നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. ആരാണ് വിളിക്കുന്നത്? പേര് പറയുമോ? സീന. എവിടെ നിന്നാണ്? കൊല്ലത്ത് നിന്ന്. ചോദ്യം ചോദിച്ചോളൂ. സാർ, ഞങ്ങളുടെ വീട്ടിൽ ക്യാരറ്റ് നട്ട് 3 മാസമായി. അപ്പൊ അതിന് എന്ത് വളമിടാൻ പറ്റും? എത്ര മാസം ഇത് വിളവെടുപ്പ് നടക്കാം? എന്താണ് പറഞ്ഞത്? ചോദ്യം ഒന്നും കൂടെ പറയാമോ? ക്യാരറ്റ് നട്ടിട്ട് 3 മാസമായി നടുന്നത്. അപ്പൊ 3 മാസത്തിന് എന്ത് വളം ചെയ്യാം? എത്ര മാസം ആകുമ്പോൾ ഇത് പാകമാകും? ക്യാരറ്റ് നട്ടിട്ട് 3 മാസമായി. ക്യാരറ്റ് സാധാരണഗതിയിൽ 65-70 ദിവസം കൊണ്ട് മൂപ്പെത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ നട്ടത് ഏത് സമയത്താണെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടേണ്ട സമയം ആവുന്നേ ഉള്ളൂ. നമുക്ക് ഈ തുലാമഴ അവസാനിക്കുന്നതോടുകൂടി നടുന്നതാണ് ഏറ്റവും ഉചിതം. നട്ട് 3 മാസം കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നട്ടത് ഒരു സീസൺ തെറ്റിയാണ് നട്ടത്. 3 മാസം ആയി കഴിഞ്ഞാൽ അത് വിളവെടുപ്പ് നടത്തേണ്ട സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ കിഴങ്ങുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ ആ കിഴങ്ങിൽ മിക്കവാറും മരം പോലെ അതിൻ്റെ തിക്കായിട്ടുള്ള ഒരു കോർ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ അത് ഭക്ഷ്യയോഗ്യമാണോ എന്ന് പറിച്ചു നോക്കേണ്ടതിന് വരും. ചോദ്യം ചോദിച്ചതിന് നന്ദി. സാർ, നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ക്യാബേജ് കോളിഫ്ലവറിൻ്റെ തൈകളുടെ ലഭിക്കുന്നതിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ക്യാരറ്റ്, ബീട്രൂട്ട് ഇതുപോലുള്ള ശീതകാല പച്ചക്കറി വിളകളുടെയും തൈകൾ ലഭ്യമാണോ? ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ് എന്ന് പറയുന്ന വിളകളിൽ നമ്മൾ മാംസളമായ വേരുകളാണ് ഭക്ഷ്യയോഗ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിളകളിൽ നമ്മൾ തൈ അല്ല നടൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്, നേരെ വിത്ത് പാകുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് ഭക്ഷ്യയോഗ്യമായ വിളകളിൽ നമ്മൾ തൈ വലിച്ച് നടുമ്പോൾ ആ വേരുകൾക്ക് ക്ഷതം സംഭവിക്കുകയും തന്മൂലം നമുക്ക് വലുപ്പത്തിലുള്ള വേരുകൾ, ഭക്ഷ്യയോഗ്യമായ വേരുകൾ ലഭിക്കുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിത്ത് നേരിട്ട് പാകുകയാണ് നല്ലത്. അപ്പോൾ അവയുടെ വിത്തുകൾ എവിടെയാണ് ലഭിക്കുന്നത്? അവയുടെ വിത്തുകൾ ഇപ്പോൾ ഈ ഉഷ്ണമേഖലാ ഇനങ്ങൾ നമ്മൾ ഒരു കണ്ടെത്തിയിട്ടുള്ള ഉഷ്ണമേഖലാ ഇനങ്ങൾ, ഇവയുടെ വിത്തുകൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. ഇത് കൂടാതെ പല പ്രൈവറ്റ് കമ്പനികളുടെയും ഇനങ്ങൾ നമ്മൾ കേരളത്തിന് അനുയോജ്യമായ ഇനങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ വിളകളിലെ സാധാരണ ഉള്ളതുപോലുള്ള ഒരു ഉൽപ്പാദനം നമുക്ക് പ്രതീക്ഷിക്കാമോ? കേരളത്തിൽ ഇന്നിപ്പോൾ കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പാദനം ഒരു ശരാശരി നല്ല ഉൽപ്പാദനം തന്നെയാണ്. ഉദാഹരണത്തിന് ക്യാബേജ് ആണെങ്കിൽ ഏകദേശം 1.5 മുതൽ 2 കിലോ വലുപ്പമുള്ള ഹെഡുകളും, കോളിഫ്ലവറിൽ ഏകദേശം 750 മുതൽ 1200 ഗ്രാം വലുപ്പമുള്ള കർഡുകളും ലഭിക്കുന്നുണ്ട്. ഇത് മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഒരു ശരാശരി വിളവ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു പറഞ്ഞു കേൾക്കുന്നത്, ഈ ക്യാബേജൊക്കെ വളർന്നു വരുന്ന സമയത്ത് അത് ഇലകൾ മൂടി പൊതിഞ്ഞു വെച്ചെങ്കിൽ മാത്രമേ ആ ഹെഡ് ഫോം ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പറയുന്ന കേൾക്കുന്നുണ്ട്. അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതൊരു തെറ്റായ ധാരണയാണ്. നമ്മൾ കൃഷി ചെയ്യുന്ന ഇനം നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാണെങ്കിൽ പിന്നെ ഇത് മൂടിക്കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ആ തണുപ്പിന് പറ്റിയ ഇനമാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്നെ അതിൽ വളരെ ടൈറ്റായിട്ടുള്ള ഹെഡ് ഉണ്ടായിക്കോളും. പിന്നെ മൂടിക്കെട്ടിയതുകൊണ്ട് ഹെഡ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ കെട്ടാതിരുന്നുകൊണ്ട് ഉണ്ടാവാതിരിക്കുകയോ ഇല്ല. കോളിഫ്ലവറിന് ഇത് തന്നെയാണ് സ്ഥിതി. പക്ഷേ കോളിഫ്ലവറിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാം. കോളിഫ്ലവറിൽ തൂവെള്ള നിറത്തിലുള്ള കർഡുകൾക്കാണ് ഏറ്റവും പ്രിയം മാർക്കറ്റിൽ. അപ്പോൾ ചൂട് കൂടിയ കാലാവസ്ഥയിൽ ചിലപ്പോൾ ഒരു മഞ്ഞ നിറം ഈ കേടുകൾക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അവസരത്തിൽ നമ്മൾ കർഡുകൾക്ക് ചുറ്റുമുള്ള ഇലകൾ
കൂട്ടിപ്പിടിച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് കേടുകളിൽ അവസാന സമയത്ത്, അതായത് അവസാന വിളവെടുപ്പിൻ്റെ ഒരു 4-5 ദിവസം മുമ്പ് വരെ ഉള്ള സമയത്ത് അധികം വെയിലടിപ്പിക്കാതെ നോക്കിയാൽ ആ വെള്ള നിറം നിലനിർത്താൻ നമുക്ക് സാധിക്കും. കോളിഫ്ലവറിന് അങ്ങനെ മൂടിപ്പോന്ന് ചോദിക്കുന്നത് നല്ലതാണ്, നിറം നിലനിർത്താൻ മാത്രം. സാർ ഒരു കോളുണ്ട്, പേര് പറഞ്ഞോളൂ. വഹീദ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കുറ്റ്യാടി. ചോദ്യം ചോദിച്ചോളൂ. എനിക്ക് ഇതെല്ലാം കൃഷി ചെയ്യണമെന്നുണ്ട്, കാബേജ്, കോളിഫ്ലവർ പോലത്തെ ഉള്ളത്. അപ്പൊ അതിനുള്ള നമുക്ക് തൈകളൊക്കെ എവിടുന്നാണ് കിട്ടാൻ അറിയണം. ഈ ഏരിയയിൽ എവിടെയാണ് കൊടുക്കുന്നുണ്ടോ, കൃഷി ഓഫീസിൽ അറിഞ്ഞാൽ കിട്ടുമോ എന്നുള്ള അറിയാനാണ്. അപ്പൊ കുറ്റ്യാടിന്ന് വഹീദ വിളിക്കുകയാണ്. അപ്പോൾ ക്യാബേജ്, കോളിഫ്ലവർ പോലുള്ള ശീതകാല പച്ചക്കറികളുടെ തൈകൾ അവിടെ എവിടെ ലഭ്യമാകുമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് VFPCKയുടെ കോഴിക്കോട് ഓഫീസുമായി ബന്ധപ്പെടാം. VFPCK കോഴിക്കോട് ഓഫീസ് വഴി വിതരണം ചെയ്യുന്നുണ്ട്. കോഴിക്കോട്. അത് കൂടാതെ അടുത്തുള്ള കൃഷിഭവൻ വഴിയും സാധാരണ കൃഷിഭവൻ വഴി പല കൃഷിഭവൻ വഴികളും കൊടുക്കുന്നുണ്ട്. അടുത്തുള്ള കൃഷിഭവൻ വഴിയും തൈകൾ കൊടുക്കുന്നുണ്ട്. ചോദ്യം ചോദിച്ചതിന് നന്ദി. സാർ, നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഈ ക്യാബേജ്, കോളിഫ്ലവറൊക്കെ ഒരുവിധം നമുക്ക് കൃഷി രീതികളൊക്കെ ഇപ്പം കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷെ ക്യാരറ്റ്, ബീട്രൂട്ടൊന്നും വീണ്ടും അത്രയധികം പ്രചാരം വന്നില്ല. അപ്പോൾ അതിൻ്റെ കൃഷി രീതികളെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ്, ഇത് 3 വേര് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഭക്ഷ്യയോഗ്യമായിട്ട്. പക്ഷേ ഇതിന് 3ൻ്റെയും വിളയുടെ ദൈർഘ്യം വ്യത്യാസമുണ്ട്, കൃഷി രീതിയിൽ അല്പസ്വല്പം വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് റാഡിഷ് ഏറ്റവും മൂപ്പ് കുറഞ്ഞ ഒരു വിളയാണ്. 40-45 ദിവസം കൊണ്ട് വിളവെടുപ്പാൻ തയ്യാറാകുന്ന ഏക പച്ചക്കറിയാണ് റാഡിഷ്. അതായത് വിത്ത് പാകി നമ്മൾ 40 ദിവസത്തിനുള്ളിൽ 45 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പ് നടത്താൻ പറ്റും. ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേര് ഭക്ഷ്യയോഗ്യമായ വിളകളായതിനാൽ ആ വേര് നന്നായി വളരാൻ മണ്ണിന് നല്ല അഴവുണ്ടാവണം. അപ്പോൾ ഉയരം കൂടിയ ഉയരത്തിലുള്ള ഒരു 10-15 സെൻറ്റിമീറ്റർ ഉയരമുള്ള തിണ്ടുകോരി അതിലാണ് വിത്ത് പാകേണ്ടത്. ധാരാളം ജൈവവളം ഇട്ട് കൊടുക്കുകയും വേണം. വിത്ത് പാകിക്കഴിഞ്ഞാൽ തൈകൾ തമ്മിൽ നടുന്നതിനോടൊപ്പം തന്നെ ജൈവവളം ഇട്ട് തിണ്ടുകോരി അതിൽ വിത്ത് പാകുന്നതാണ് നല്ലത്. വിത്ത് പാകിക്കഴിഞ്ഞാൽ എല്ലാ വിത്തുകളും മുളച്ചു വരും. ചെറിയ വിത്തായതിനാൽ തൈകൾ കട്ട കൂടി അടുപ്പിച്ചടുപ്പിച്ചായിട്ട് മുളച്ചു വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത തൈകൾ, അതായത് തൈകൾ തമ്മിൽ ഒരു 10 സെൻറ്റിമീറ്ററെങ്കിലും അകലം ക്രമീകരിച്ച് കൂടുതലുള്ള തൈകൾ വലിച്ചു മാറ്റി കളയാൻ ശ്രമിക്കണം. ഇത് പല കർഷകരും അനുവർത്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന വേരുകൾ അല്ലെങ്കിൽ ക്യാബേജോ ക്യാരറ്റോ റാഡിഷോ വലിപ്പം വെക്കാതെ പോകുന്ന ഒരു അവസ്ഥയാണ്. സാർ, ഒരു കോള് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് വിളിക്കുന്നത്? ഹലോ, കൊടുങ്ങല്ലൂർ ലൂഷയാണ്. ചോദ്യം ചോദിച്ചു. ഈ കാബേജ്, കോളിഫ്ലവർ ഒക്കെ നടുമ്പോൾ തൈകള് നമുക്ക് കൊടുങ്ങല്ലൂർ എവിടെയാണ് കിട്ടാൻ സൗകര്യം അറിയണം. എല്ലാവർക്കും തൈകളുണ്ട്. കൊടുങ്ങല്ലൂർ എവിടെയാണ് തൈകൾ? അത് നടുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അടിവളമായിട്ട് ചെയ്യേണ്ടത് എന്നറിയണം. അത് നടുമ്പോൾ അടിവളമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. കൊടുങ്ങല്ലൂർ മേഖലയിൽ മതിലകം ബ്ലോക്കിൽ എല്ലാ വർഷവും കർഷകരുടെ സംരംഭമായിട്ട് തൈകൾ ഉൽപ്പാദിപ്പിച്ച് നൽകാറുണ്ട്. മതിലകം ബ്ലോക്ക് അത് അതിൽപ്പെട്ട പ്രദേശമാണ് കൊടുങ്ങല്ലൂർ. പിന്നെ വളപ്രയോഗം, ഇതിനെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് വളർത്തി എടുക്കേണ്ട വിളകളായതുകൊണ്ട്, ദൈർഘ്യം കുറവുള്ള വിളകളായതുകൊണ്ട് നിങ്ങൾ അടിവളമായിട്ട് ഒരു സെൻറ്റിന് 100 കിലോ എന്ന തോതിൽ ജൈവവളം ഇട്ട് കൊടുക്കണം. ഇത് കൂടാതെ തൈ നട്ട് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ എളുപ്പത്തിൽ ചെടി വളർന്നു വരാനായിട്ട് ദ്രവ രൂപത്തിലുള്ള എന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുക്കുകയും ഒഴിച്ചു കൊടുക്കുകയും വേണം. അത് ജൈവവളമായാലും രാസവളമായാലും. നമ്മുടെ ഈ കമ്പോസ്റ്റിൽ വരുന്ന വെള്ളം, കമ്പോസ്റ്റിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കമ്പോസ്റ്റിൻ്റെ സ്ലറി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ഇരട്ടി നേർപ്പിച്ച് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഗ്രോ ബാഗിൽ വെക്കാം. ഗ്രോ ബാഗിലാണെങ്കിൽ ക്യാബേജും കോളിഫ്ലവറും ആണെങ്കിൽ ഓരോ തൈ ഇതൊന്നും നട്ടാൽ മതി. ചോദ്യം ചോദിച്ചതിന് നന്ദി. സർ, വീണ്ടും ഒരു കോൾ വന്നിട്ടുണ്ട്. ആരാണ് വിളിക്കുന്നത്? എവിടെ നിന്നാണ്? എവിടെയാ? പെരുമ്പാവൂരുന്ന് ഗോപകുമാർ. ചോദ്യം ചോദിച്ചോളൂ. ഞാൻ കഴിഞ്ഞ സീസണിൽ നവംബറില് ഈ ക്യാബേജ് നട്ടിരുന്നേ. അപ്പൊ അതിനകത്ത് ഈ ഇല മാത്രമായിരുന്നു വന്നത്. അപ്പൊ അത് വേറെ അതിന്റെ ക്യാബേജ് ആയിട്ട് തന്നെ വന്നില്ല സാധനം. അതെന്താ അതങ്ങനെ? നവംബറിൽ ക്യാബേജ് നട്ടിരുന്നു, ഇല മാത്രമേ വന്നുള്ളൂ, അതിന്റെ ആ ഹെഡ് വന്നില്ല. അത് മിക്കവാറും ഇനം നമ്മുടെ കാലാവസ്ഥയ്ക്ക്
യോജിച്ചതാവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ കായിക വളർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ, ഹെഡ് ഫോം ചെയ്യില്ല. അപ്പോൾ ആ ഇനം സ്യൂട്ടബിൾ അല്ല എന്നാണ് സാർ പറയുന്നത്. അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഇനങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്യാബേജിൻ്റെ ഹെഡ് കിട്ടുള്ളൂ. നവംബർ മുതൽ ഫെബ്രുവരി ഉള്ള മാസമാണ് നല്ലത്. അല്ല, ഇതിൽ അനേകം ഇനങ്ങളുണ്ട്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിൽ 5 ഡിഗ്രി 8 ഡിഗ്രി ചൂടിൽ കൃഷി ചെയ്യുന്നത് മുതൽ നമ്മുടെ കേരളത്തിൽ 32 ഡിഗ്രിയിൽ വരെ കൃഷി ചെയ്യുന്ന ഇനങ്ങളുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തെയും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഇനമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യേണ്ടത്. ചോദ്യം ചോദിച്ചതിന് നന്ദി. സാർ, ഇവിടെ ഉള്ള ഇനങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ എവിടെ നിന്ന് നമുക്ക് ആ ഇനങ്ങൾ തന്നെ കിട്ടും? അപ്പോൾ ഇവർക്ക് ഈ തെറ്റ് പറ്റിയതുപോലെ ഇനി അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ സർവകലാശാലയിൽ കഴിഞ്ഞ 5-8 വർഷമായിട്ട് പരീക്ഷണങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ ഇനങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള. അപ്പോൾ അങ്ങനെ തുടർച്ചയായി 3-4 വർഷത്തെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില ഇനങ്ങൾ നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ആ ഇനങ്ങളാണ് കൃഷി വകുപ്പിലൂടെ ആയാലും VOPCക്കിലൂടെ ആയാലും തൈകൾ ആയിട്ട് കർഷകരിലെത്തുന്നത്. പിന്നെ ചിലർ ഇതൊന്നും നോക്കാതെ ക്യാബേജ് കോളിഫ്ലവർ ഇവിടെ കൃഷി ചെയ്യാം എന്ന് അറിഞ്ഞതിന് പോലെ ഏത് വിത്ത് കിട്ടിയാലും തയ്യാക്കി വിൽക്കുന്ന ഒരു രീതിയുണ്ട്. അത് അങ്ങനെ പറ്റിപ്പോയതായിരിക്കും. സാർ, വീണ്ടും ഒരു കോളുണ്ട്. ആരാണ് വിളിക്കുന്നത്? എവിടെ നിന്നാണ്? തൃശ്ശൂരിൽ നിന്ന്. പറഞ്ഞോളൂ. ചോദ്യം. എനിക്ക് ഒരു തെങ്ങും പറമ്പുണ്ട്, 28 സെന്റ്. അതിൽ ചോളയിൽ 3 സെന്റ് പാടമുണ്ട്. പാടം അവിടെ ഫ്ലവറോ അല്ലെങ്കിൽ കാബേജോ കൃഷി ചെയ്യാൻ പറ്റുമോ? ഇതിന് കൃഷി ചെയ്യാൻ ഏറ്റവും തുറന്ന സ്ഥലമാണ് ഏറ്റവും അനുയോജ്യം. പക്ഷേ വെള്ളം കെട്ടി നിൽക്കരുത്. നിങ്ങൾക്ക് ജലസേചനം നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. തെങ്ങിൻ പറമ്പിൽ വെളിച്ചം കിട്ടുമെങ്കിൽ ചെയ്യാം. തെങ്ങ് തമ്മിൽ അകലത്തിലാണെങ്കിൽ, നല്ല അകലമുള്ള ഇതാണെങ്കിൽ ചെയ്യാം. നല്ല വെളിച്ചമുള്ള സ്ഥലമാണെങ്കിൽ. ചോദ്യം ചോദിച്ചതിന് നന്ദി. സാറ്, നമ്മൾ പറഞ്ഞു വന്നത് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, റാഡിഷ് ഇതൊക്കെ ആ വിത്ത് നടിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ വിത്ത് പാകി ക്യാരറ്റ്, റാഡിഷ്, ബീറ്റ്റൂട്ടിൻ്റെയൊക്കെ വിത്ത് പാകി കഴിഞ്ഞാൽ നമ്മൾ തൈകൾ തമ്മിൽ ഒരു 10 സെൻറ്റിമീറ്റർ അകലം കിട്ടുന്ന വിധത്തിൽ കൂടുതലുള്ള തൈകൾ വലിച്ചു കളയും. എന്നിട്ട് വേണം വളപ്രയോഗം നടത്താനായിട്ട്. അപ്പോൾ തൈകൾ വലിച്ചു കളഞ്ഞു അതിന് ശേഷം ഇതിനും ഇതുപോലെ ദ്രവരൂപത്തിലുള്ള വളങ്ങൾ കൊടുത്ത് പെട്ടെന്ന് വളർത്തിക്കൊണ്ടുവരാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റാഡിഷിനാണെങ്കിൽ 40 ദിവസം കൊണ്ട് വിളവെടുപ്പിന് തയ്യാറാവും. അപ്പോൾ ഒരു 20 ദിവസം ആകുമ്പോൾ നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കണം. വീണ്ടും ജൈവവളം ഇട്ടിട്ട് മണ്ണ് കയറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ തോതിൽ രാസവളങ്ങൾ ഇട്ടിട്ട് കൊടുക്കാം. ക്യാരറ്റ് ആണെങ്കിൽ 65-70 ദിവസമാണ് അതിൻ്റെ മൂപ്പ്. ബീറ്റ്റൂട്ട് ആണെങ്കിൽ ഒരു 80 ദിവസവും മൂപ്പ് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ ഇവിടെ നമ്മൾ നടത്തിയ പരീക്ഷണങ്ങളിൽ ഒരു 150 ഗ്രാം വലിപ്പമുള്ള റാഡിഷും ഒരു 65-70 ഗ്രാം വലിപ്പമുള്ള ക്യാരറ്റും ഒരു 150-200 ഗ്രാം വലിപ്പമുള്ള ബീറ്റ്റൂട്ടും വളർത്തിയെടുക്കാൻ കഴിയുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഈ സീസണിൽ കൃഷി ചെയ്യുകയാണ്. ഇതിനകത്ത് കൃഷി ചെയ്യുമ്പോഴേ കീടരോഗങ്ങൾ എന്തൊക്കെ വരാം, അതിനൊക്കെ എന്തൊക്കെ പ്രതിവിധികളാണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ഒരു സീസണിൽ മാത്രമേ ഇതിൻ്റെ കൃഷിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ താരതമ്യേന രോഗങ്ങളും കീടങ്ങളും ഇവിടെ കുറവാണ് മറ്റ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളെ അപേക്ഷിച്ച്. കൂടുതലായും വരുന്നത് എന്താണ്? പുഴുവാണ് ഇതിന് കൂടുതലായും ശല്യം ചെയ്യുന്നത്. ഈ പുഴുക്കൾ വന്ന് ഇതിൻ്റെ ഇലയും കൂമ്പും കേടും എല്ലാം തിന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ പുഴു തന്നെ ഇലയും കൂമ്പും ഇതിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗവും തിന്ന് നശിപ്പിക്കും. കാരണം പൊതുവേ എല്ലാ ഭാഗത്തിനും ഒരേ സ്വാദ് തന്നെയാണ്. അപ്പോൾ ഒരു കീടത്തിൻ്റെ ആക്രമണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മരുന്നടിച്ച് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷേ വീണ്ടും ആ മരുന്നിൻ്റെ എഫക്റ്റ് പോയി കഴിഞ്ഞാൽ വീണ്ടും അതേ കീടം തന്നെ ഈ വിളകളെ ബാധിക്കാറുണ്ട്. ഏറ്റവും ശല്യം വരുന്നത് നമ്മുടെ കൂമ്പ് തിന്നു പോയാലാണ്. കൂമ്പ് തിന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ചെടിയിൽ നിന്ന് നമുക്ക് ഉൽപ്പാദനം ലഭിക്കും. സാർ, ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ആരാണ്? എൻ്റെ പേര് ഓമന തോമസ് എന്നാണ്. എവിടെ നിന്ന്? തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുക. ചോദ്യം ചോദിച്ചോളൂ. ചോദ്യം ചോദിച്ചോളൂ. പേര് ഓമന തോമസ് എന്നാണ്. ചോദ്യം ചോദിച്ചോളൂ. തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുക. ഈ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ പിടിച്ച് നമ്മൾ മുറിച്ചെടുത്ത ശേഷമേ അതിൽ നിന്ന് കുറെ തൈകൾ ഇങ്ങനെ ഉണ്ടാകുന്നു. ആ തൈകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അത് ക്യാബേജും കോളിഫ്ലവറും നിങ്ങൾ വിളവെടുപ്പ് നടത്തിയതിന് ശേഷം അതിൻ്റെ കടഭാഗത്തു നിന്ന് വീണ്ടും ചെനപ്പുകൾ പൊട്ടി വരാറുണ്ട്. പക്ഷേ അതിൽ വലിയ വലിപ്പമുള്ള ക്യാബേജോ കോളിഫ്ലവറോ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ അത്
ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലായോ? ഹലോ. അര കിലോ ഒക്കെ ഉള്ള ക്യാബേജ് ഉണ്ടായിട്ടുണ്ട്. 1 കിലോ ഉള്ള ക്യാബേജ് ഉണ്ടായിട്ടുണ്ട്. വളരെ റയറായിട്ടുള്ള ഒരു സംഭവമാണ്. സാധാരണഗതിയിലെ ഒരു വിളവാണ് ഇതിൽ നിന്ന് എടുക്കുന്നത്. ഒരു വിളവിന് ശേഷം പിന്നെ പറ്റില്ല. ചോദ്യം ചോദിച്ചതിന് നന്ദി. സാറേ, നമ്മൾ കീടരോഗങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ക്യാബേജ്, കോളിഫ്ലവർ പോലുള്ള പുഴുക്കളുടെ ശല്യം പറഞ്ഞു. ഇത് കൂടാതെ എന്തൊക്കെ പുഴുക്കളുടെ ആക്രമണം വരികയാണെങ്കിൽ നമ്മൾ സ്പർശന ശക്തിയുള്ള ഏത് കീടനാശിനി അടിച്ചാലും ജൈവ കീടനാശിനിയാണെങ്കിൽ വേപ്പിൻ്റെ കീടനാശിനികൾ അടിച്ചാൽ മതി. അല്ല രാസ കീടനാശിനിയാണെങ്കിൽ കോണ്ടാക്ട് പോയ്സൺസ് ഏത് അടിച്ചാലും ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷേ വീണ്ടും ആക്രമണം അതേ കീടത്തിൻ്റെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീടങ്ങൾ പൊതുവെ ആക്രമിക്കുന്ന രാത്രികാലങ്ങളിലാണ്. അപ്പോൾ പകൽ നമ്മൾ നോക്കിയാൽ ചെടികളിൽ ആക്രമിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാമെന്നല്ലാതെ കീടത്തിനെ കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും കീടത്തിന് ഒളിഞ്ഞിരിക്കാൻ ധാരാളം അവസരങ്ങൾ ഒരുക്കുന്ന വിളകളാണ് ക്യാബേജും കോളിഫ്ലവറും. പിന്നെ ഇലകൾക്കിടയിൽ പതുങ്ങി ഇരിക്കും. രാത്രിയാകുമ്പോൾ കയറി ഇലകളും കുമ്പും തന്ന് നശിപ്പിക്കും. ഇതുകൂടാതെ കോളിഫ്ലവറിന് ക്യാബേജിന് അപൂർവമായിട്ട് ബാക്ടീരിയൽ രോഗവും വരാറുണ്ട്. ബാക്ടീരിയൽ ചീച്ചൽ, സോഫ്റ്റ് റോട്ട് എന്ന് പറയുന്ന ചീച്ചലും വരാറുണ്ട്. അത് വരികയാണെങ്കിൽ മിക്കവാറും അത് രൂക്ഷമായി ബാധിക്കുന്നത് നമ്മുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ആ ഭാഗം ഉപയോഗിക്കാൻ പറ്റാതായി പോവുകയാണ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ ആയതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ അടിക്കുക എന്നുള്ളതാണ് ഇതിന് പ്രതിരോധം. അതല്ലാതെ നമുക്ക് ഇതിന് സൂഡോമോണാസ് ഫ്ലോറസൻസ് എന്ന് പറയുന്ന മിത്ര കുമിളിനെ നമ്മൾ ആരംഭ ദിശയിൽ, അതായത് ചെടി നട്ട ഉടനെ ഉള്ള ദിശയെ തൊട്ട് 15 ദിവസം ഇടവിട്ട് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ മിത്ര ബാക്ടീരിയയുടെ ഒരു കോളനി നമ്മുടെ ചെടിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മിക്കവാറും ഈ ശത്രു ബാക്ടീരിയയെ ഇവ നശിപ്പിച്ച് കളയും. അപ്പം അങ്ങനെയും നമുക്ക് നിയന്ത്രണം സാധിക്കും. അപ്പോൾ ഇത് കൂടാതെ വേറെ കീടങ്ങൾ ഏതെങ്കിലും ഇതിനെ ആക്രമിക്കാൻ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് പോലുള്ളതിനോ? ക്യാരറ്റിന് പൊതുവേ കീടങ്ങൾ കുറവാണ്. കൃഷി ചെയ്ത് വരുന്ന സ്ഥലങ്ങളിൽ പ്രധാന പ്രശ്നം ഇതിന് നിമാവിരകളാണ്, മണ്ണിലുള്ള നിമാവിരകളാണ്. ഇപ്പം നമ്മുടെ അവിടെ ഒരു വിള മാത്രം എടുക്കുന്നതുകൊണ്ടും വളരെ കുറവ് കൃഷി ആയതുകൊണ്ടും ഇതുവരെയും അതൊരു ശല്യമായിട്ട് നമുക്ക് തോന്നി തുടങ്ങിയിട്ടില്ല. പക്ഷേ പിന്നെ റാഡിഷനൊക്കെ ആണെങ്കിൽ ഇലയെ തിന്ന് നശിപ്പിക്കുന്ന വണ്ട് വരാറുണ്ട്. അതിനും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ വേപ്പിൻ്റെ കീടനാശിനികളായ വേപ്പെണ്ണ, വെളുത്തുള്ളി എമൾഷനോ അല്ലെങ്കിൽ നീമസാലോ എക്കോനീം പ്ലസോ ഒരു 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സാർ, വേറൊരു സംശയം, ഈ സവാള പോലുള്ള കൃഷി നമുക്ക് ചെയ്യാമോ? ഇപ്പം ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ പറഞ്ഞു, അതുപോലെ സവാള നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റുമോ? സവാള നമ്മുടെ കാലാവസ്ഥയിൽ കൃഷി ചെയ്യാവുന്നതാണ്. സവാളയ്ക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയുടെ ദൈർഘ്യം കുറച്ച് കൂടുതലാണ്. ഒരു 130-140 ദിവസം. അതിൻ്റെ എന്താണ് നടേണ്ടത്? വിത്ത് തന്നെയാണ്. വിത്ത് മുളപ്പിച്ച് തൈയാണ് നടേണ്ടത്. 40-50 ദിവസം പ്രായമുള്ള തൈകളാണ് നടേണ്ടത്. അപ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ ഇതിന് രാത്രി കൂടുതലും തണുപ്പ്, പകൽ കുറവുമുള്ള കാലാവസ്ഥയാണ് ഏറ്റവും അനുയോജ്യം. പിന്നീട് ഇതിൽ ഉള്ളി ഉണ്ടായി തുടങ്ങുമ്പോൾ പകൽ കൂടുതലും രാത്രി കുറവുമുള്ള കാലാവസ്ഥയാണ് അനുയോജ്യം. നമുക്ക് കേരളത്തിലെ ഏത് സമയം? കേരളത്തിലാണെങ്കിൽ നമ്മൾ ഈ സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി നടുകയാണെങ്കിൽ നമുക്കിപ്പോൾ രാത്രി കൂടുതലും പകൽ കുറവുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ഡിസംബർ ജാനുവരിയോടുകൂടി ഈ കാലാവസ്ഥ മാറി നമുക്ക് പകൽ കൂടുതലും രാത്രി കുറവുമായി വരും. അപ്പോൾ ആ സമയത്താണ് ഇതിൽ സവാള ഉണ്ടാവുന്നത്. ഒരു മാർച്ചോടുകൂടി നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞു വന്ന വിളകളിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള വിളയാണ് സവാള. വെളുത്തുള്ളി നമുക്ക് സാധ്യത കുറവാണ്. കൂടുതൽ തണുപ്പ് വേണ്ട ഒരു വിളയാണ് വെളുത്തുള്ളി. അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങളിലുള്ള ലെറ്റ്യൂസ്, പാലക്ക്, ഇത് രണ്ടും നമുക്ക് ഈ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയത്ത് കൃഷി ചെയ്യാവുന്നതാണ്. അതിന് തൈകളാണോ ചെയ്യേണ്ടത്? പാലക്കാണെങ്കിൽ തൈ ഉണ്ടാക്കി നടണമെന്നില്ല. നമുക്ക് നേരിട്ട് വിത്ത് വാരം കോരി ഒരു 15 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വാരം കോരി അതിൽ വിത്ത് നേരിട്ട് പാകിയാൽ മതി. ഇതിൽ ഇലയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കൂടുതലുള്ള തൈകൾ അധികം പറിച്ച് മാറ്റി കളയേണ്ട ആവശ്യമില്ല. ഒരു നട്ട് 30 ദിവസം 35 ദിവസം പ്രായമാകുമ്പോൾ ആദ്യ തവണ മുറിക്കാൻ പാകമാകും. കട ചേർത്ത് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ദ്രവരൂപത്തിലുള്ള ഏതെങ്കിലും വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 19 അത് ഒരു 30 ഗ്രാം അല്ലെങ്കിൽ 40 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളെ പിണ്ണാക്ക് പുളിപ്പിച്ച ലായനി ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ബർമി വാഷ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും
എളുപ്പത്തിൽ ഇല പൊടിച്ചു വരാൻ സഹായിക്കുന്ന വിളകൾ കൊടുത്തു കഴിഞ്ഞാൽ, വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 15 ദിവസം കൊണ്ട് നമുക്ക് വീണ്ടും മുറിക്കാൻ തയ്യാറാവും. നമ്മുടെ സമയം ഏകദേശം തീർന്നു. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഏകദേശം സമയം തീർന്നിരിക്കുകയാണ്. അതിഥിയുടെ വിലാസം ഡോക്ടർ സി നാരായണൻകുട്ടി, പ്രൊഫസർ, അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ, മണ്ണുത്തി PO, തൃശ്ശൂർ. ഫോൺ നമ്പർ 9495634953. സാർ, ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വന്നതിന് വളരെയേറെ നന്ദി. ചർച്ചകളിൽ പങ്കെടുത്തതിന് കൃഷിദർശൻ്റെ പേരിലുള്ള നന്ദി. ഏവർക്കും നന്ദി. എല്ലാ വർഷങ്ങൾക്കും എൻ്റെ നന്ദി അറിയിച്ചോളും. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കിഴങ്ങുവർഗ്ഗവിള കൃഷി വ്യാപനത്തിന് പദ്ധതി. ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കാൻ തുമ്പൂർ മൂഴി മോഡൽ പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി കൃഷിവകുപ്പ് കേന്ദ്ര കിഴങ്ങുവർഗ്ഗവിള ഗവേഷണ കേന്ദ്രവുമായി സഹകരിച്ച് കിഴങ്ങുവർഗ്ഗ വിളകളുടെ വിത്തുൽപാദനവും കൃഷി വ്യാപനവും പ്രോത്സാഹിപ്പിക്കാൻ 75 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നു. സംസ്ഥാനത്തെ 4 ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പത്തനംതിട്ട, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ യഥാക്രമം ചേന, മരിച്ചിനി, കാച്ചിൽ എന്നിവയും വയനാട് ജില്ലയിൽ ഈ 3 വിളകളും കൃഷി ചെയ്യാൻ സഹായം ലഭിക്കും. കൂടാതെ ചേന, കാച്ചിൽ, മരിച്ചിനി എന്നീ വിളകളുടെ 10 സെന്റ് വീതമുള്ള പ്രദർശനത്തോട്ടമൊരുക്കാൻ യഥാക്രമം 7500, 7000, 6000 രൂപ കർഷകർക്ക് സഹായം നൽകും. ഇപ്രകാരം 150 പ്രദർശനത്തോട്ടമൊരുക്കും. CTCRI മുഖേന ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളും പരിശീലനവും കർഷകർക്ക് സൗജന്യമായി ലഭ്യമാക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കോട്ടയം തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 20, 21 തീയതികളിൽ ആട് വളർത്തലിലും 23, 24, 25 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തലിലും സൗജന്യ പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0482 9234323. കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഒക്ടോബർ 30, 31, നവംബർ 1 എന്നീ തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തലിൽ പരിശീലനം നൽകുന്നു. ഒക്ടോബർ 30 രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0471 273 2918. ലോക ഭക്ഷ്യദിനത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ ഹയർ സെക്കൻഡറി സ്കൂളും അഗ്രി ഫ്രണ്ട്സും സംയുക്തമായി അന്നം അമൃതേത്ത് എന്ന പരിപാടി സംഘടിപ്പിച്ചു. പ്രമുഖ വനിതാ കർഷക മാന്നാറുമ്മ കുട്ടികളുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. തങ്ങളുടെ വീടുകളിൽ നിന്ന് ഉപയോഗശൂന്യമായ കുപ്പികളും കവറുകളും സ്കൂളിലെത്തിച്ച് സംസ്കരിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ കുട്ടികൾ സജീവ പങ്കാളികളായി. പകരം ചീരവിത്തും നെൽക്കതിരും നൽകി. ഡോക്ടർ P. സുരേഷ് കുമാർ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ ഫാദർ ബിനോ പട്ടർക്കുളം, അഗ്രി ഫണ്ട്സ് കോർഡിനേറ്റർ ജയകുമാർ എന്നിവർ സംസാരിച്ചു. കേരളമാകെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ജൈവമാലിന്യങ്ങളുടെ സംസ്കരണമാണ്. ഉറവിടങ്ങളിലെ മാലിന്യ സംസ്കരണത്തിന് സഹായകരമാണ് പൈപ്പ് കമ്പോസ്റ്റിംഗ്, ബയോഗ്യാസ് എന്നിവ. എന്നാൽ മാർക്കറ്റുകൾ, വീട്, ഇറച്ചിക്കോഴി സംസ്കരണശാലകൾ തുടങ്ങിയ ഇടങ്ങളിൽ ചെയ്യാവുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് കേരള വെറ്ററിനറി വാസിറ്റിയുടെ തുമ്പൂർ മൂഴി ഫാമിൽ വികസിപ്പിച്ച സംസ്കരണ രീതി. എയറോബിക് കമ്പോസ്റ്റിംഗ് രീതിയാണിത്. ചുടുകട്ട, തടി, ഫെറോ സിമന്റ് എന്നിവയിലേതെങ്കിലും ഉപയോഗിച്ച് 4 അടി നീളം, വീതി, പൊക്കം ഉള്ള ഒരു ടാങ്ക് വായു കടക്കുന്ന രീതിയിൽ ഇടയിൽ വിടവിട്ട് നിർമ്മിച്ച് അടിയിൽ 1/2 അടി പൊക്കത്തിൽ വെള്ളം വലിഞ്ഞ ചാണകമിട്ട ശേഷം ജൈവമാലിന്യമിടാം. അതിനു മുകളിൽ 1/2 അടി ഉണങ്ങിയ ഇലയിട്ട് മുകളിൽ 1/2 അടി ചാണകമിടുക. ഇങ്ങനെ ഇടവിട്ട് ജൈവമാലിന്യവും ചാണകവും ഉണങ്ങിയ ഇലയും ഇട്ടാൽ 4 മുതൽ 6 മാസത്തിനുള്ളിൽ ഉണങ്ങിപ്പൊടിഞ്ഞ ജൈവവളം ലഭിക്കും. ഇത് മഴ നനയാതെ ഒരു ഷെഡിനുള്ളിൽ സൂക്ഷിക്കണം. ദുർഗന്ധമില്ല എന്നതാണ് ഈ ജൈവവളത്തിന്റെ പ്രത്യേകത.
കോട്ടയം ജില്ലയിലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആടുവളർത്തൽ സംരംഭം തുടങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് 4 ദിവസത്തെ സൗജന്യ പരിശീലനം നവംബർ മാസത്തിൽ നൽകുന്നു. തിരഞ്ഞെടുക്കുന്ന 50 പേർക്കാണ് പരിശീലനം നൽകുക. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0482 9234323. കൃഷിവകുപ്പിന്റെ പന്തളത്തുള്ള കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിൽ രാസവസ്തുക്കൾ ചേർക്കാത്ത ജൈവ ശർക്കരയായ പന്തളം ശർക്കര വിൽപ്പനയ്ക്ക് തയ്യാറായി. കിലോയ്ക്ക് 70 രൂപയാണ് വില. വിളിക്കേണ്ട നമ്പർ 0473 4252500. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 14,750 രൂപ, കോഴിക്കോട് 16,300, തൃശൂർ 14,650. കൊപ്ര കൊച്ചി 9,925, കോഴിക്കോട് 10,500, തൃശൂർ 9,790. കുരുമുളക് അൺഗാർബിൾഡ് 67,800, കുരുമുളക് ഗാർബിൾഡ് 70,800. ചുക്ക് മീഡിയം 21,000, ചുക്ക് ബെസ്റ്റ് 23,000, മഞ്ഞൾ സേലം 6,700, ഈറോഡ് 7,000, അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12,200, റബ്ബർ RSS 4 ഗ്രേഡ് 12,300. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12,200, റബ്ബർ RSS 4 ഗ്രേഡ് 12,300. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 14,750 രൂപ, കൊപ്ര 9,925, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 67,800, കുരുമുളക് ഗാർബിൾഡ് 70,800. ചുക്ക് മീഡിയം 21,000, ചുക്ക് ബെസ്റ്റ് 23,000, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 260-നും 280-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 460-നും 480-നും മധ്യേ. ജാതിപത്രി 700-നും 800-നും മധ്യേ. ഗ്രാമ്പു 975. റബ്ബർ RSS 5 ഗ്രേഡ് 12,200, റബ്ബർ RSS 4 ഗ്രേഡ് 12,300, ഒട്ടുപാൽ 7,900, ലാറ്റക്സ് 7,800. കമ്പോള അവലോകനം. റബ്ബറിന്റെ സംഭരണ വില ഉയർത്തിയത് ഉൽപാദകരിൽ പ്രതീക്ഷ പകർന്നു. വിപണി വിലയേക്കാൾ 5 രൂപ കൂടുതൽ നൽകിയാണ് ഏജൻസികൾ ഷീറ്റ് ശേഖരിക്കുക. പുതിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ കർഷകർക്ക് അന്താരാഷ്ട്ര വിലയേക്കാൾ കിലോ 28 രൂപ കൂടുതൽ ഉറപ്പുവരുത്താനാവും. ദീപാവലി വേളയിൽ വെളിച്ചെണ്ണയ്ക്ക് നേരിട്ട തളർച്ച മില്ലുകാരെ വിൽപ്പനക്കാരാക്കി. ഈ വാരം വെളിച്ചെണ്ണയ്ക്ക് 400 രൂപ കുറഞ്ഞു. തുലാവർഷം തുടങ്ങുന്നതോടെ തേങ്ങ വെട്ട് സ്തംഭിക്കുന്നത് കൊപ്രയ്ക്ക് താങ്ങാകും. ഹൈറേഞ്ച് കുരുമുളക് നീക്കം കുറഞ്ഞെങ്കിലും വില ഉയർത്തി ചരക്ക് വാങ്ങാൻ ആഭ്യന്തര ഇടപാടുകാർ മടിഞ്ഞു. തുലാവർഷം അനുകൂലമായാൽ അടുത്ത സീസണിൽ വിളവ് ഉയരുമെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. തോട്ടങ്ങളിൽ നിന്നുള്ള ഏലക്ക നീക്കം ശക്തം. ലേലത്തിനുള്ള പ്രതിദിനം വരവ് 1,00,000 കിലോയിലേക്ക്. ദീപാവലി ഡിമാൻഡിന്റെ മികവിലാണ് ഏലം. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.5, 26. കൊച്ചി 32.2, 25.2. ആലപ്പുഴ 32.1, 25. പുനലൂർ 33.2, 22.4. തിരുവനന്തപുരം 32.5, 24.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.